എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് സംഘപരിവാർ അനുകൂല ടീംസ് എടുക്കുന്ന ഒരു പ്രൊപ്പഗൻഡ സിനിമ, അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കോമഡി സിനിമേൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളാണ് സിനിമേൻ്റെ ഭാഗം. ലവ് ജിഹാദ്, അതിൻ്റെ ഒന്നാം ഭാഗത്തിൽ ലവ് ജിഹാദും അതിനെ തുടർന്നുള്ളതാണ് രണ്ടാം ഭാഗം, നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ട്രെയിലറിൽ കാണിക്കുന്ന ഒരു രംഗം, ഒരു ദാരുണമായ ഒരു രംഗം. അതായത് കേരളത്തിലെ ഒരു ഹിന്ദു പെൺകുട്ടിയെ പട്ടിണി കിടന്നാൽ പോലും ബീഫ് കഴിക്കില്ല എന്ന് പറയുന്ന ആ ഒരു ഹിന്ദു പെൺകുട്ടിയുടെ വായിലേക്ക് ബലമായി പിടിച്ചു വെച്ച് ബീഫ് തള്ളി കയറ്റിക്കൊണ്ട് ആ കുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരു ദാരുണമായ രംഗം, പെറ്റ തള്ള സഹിക്കാത്ത ഒരു രംഗമൊക്കെയാണ് ആ ട്രെയിലറിലുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ പടത്തിനെ കേരളത്തിലുള്ള ഭൂരിഭാഗം ജനങ്ങളും തള്ളിക്കളഞ്ഞു. അതിന് വളരെയധികം വിമർശനങ്ങളൊക്കെ വന്നു. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വളരെ വളരെ മനോഹരമായ ഒരു പോസ്റ്റൊക്കെ അതിനെതിരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി വെച്ചിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി റംസാൻ നോമ്പ് നടക്കുകയാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ നോമ്പിൻ്റെ അന്ന് സാധാരണ നമ്മുടെ മലപ്പുറം ജില്ലയിൽ സാധാരണ പ്രവർത്തിക്കുന്ന കടകളൊന്നും ഈ നോമ്പ് സമയത്ത് ഹോട്ടലുകളൊന്നും പ്രവർത്തിക്കില്ല. അപ്പോൾ ഇത് വൈകുന്നേരം മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചായക്കട. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് വൈകുന്നേരം മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചായക്കട. അപ്പോൾ ഞാൻ ഓഫീസ് വിട്ട് വരുന്ന സമയത്ത് ഞാൻ ഫാമിലിയും കൂടി ആ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഒരു 6:30 കഴിഞ്ഞൊരു സമയത്താണ്. അപ്പോൾ അവിടെ ചായ കുടിച്ച് പൈസ കൊടുക്കാൻ നേരത്ത് ആ പൈസ വാങ്ങുന്ന ആ കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചില്ലിൻ്റെ ഒരു കൂടുള്ളത്. അതിലാണ് വിവിധ കടികളൊക്കെ ഉള്ളത് ആ കടയിൽ. അപ്പോൾ ഒരു ടീം വന്നിറങ്ങി വണ്ടിയിൽ. ഒരു കുറേ ഹിന്ദു സ്ത്രീകളും കുറച്ച് പ്രായമായ ഹിന്ദു സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്നൊരു സംഘം വന്നിറങ്ങി. അവരെ കണ്ടാൽ തന്നെ അറിയാം ഏതൊരു അമ്പലവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പരിപാടി കഴിഞ്ഞ് വരുന്ന വരവാന്നവരെ കണ്ടാൽ തന്നെ അറിയാം. ഈ നാട്ടിലുള്ള ആളുകളല്ല, പുറത്തുനിന്ന് ഇവിടുന്ന് വരുന്ന ആളുകളാണ്. വരുന്നവർക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അതിൽ കുറേ ആളുകൾ ചായ ഓർഡർ ചെയ്തിട്ട് കടികൾ, ഈ ചില്ലുകൂടുന്ന കടികൾ ഓർഡർ വാങ്ങുന്നുണ്ട്. ഉള്ളിവട, പഴംപൊരി, അങ്ങനത്തെ ഓരോ കടികൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് പ്രായമായ ഒരു സ്ത്രീ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പലഹാരം, ഒരു കിഴി പോലുള്ള ഒരു പലഹാരം കണ്ടിട്ട് ഇതെന്താ സുഖിയനാണോ, ഇതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ആ താത്ത, കട നടത്തുന്ന താത്ത പറയണ, അത് നിങ്ങൾ കഴിക്കണ്ട, അത് നിങ്ങൾക്ക് പറ്റിയതല്ല, നിങ്ങൾ അത് കഴിക്കണ്ട, വേറെ കഴിച്ചോളൂ. അപ്പോൾ അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ പലഹാരത്തിൽ ബീഫ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ബീഫ് കഴിക്കാൻ സാധ്യതയില്ല, ഇവർ അമ്പലത്തിൽ നിന്നൊക്കെ പോയി വരുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർ ബീഫ് കഴിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് ആ താത്ത അവരോട് പറയണം, അത് നിങ്ങൾ കഴിക്കണ്ട, നിങ്ങൾ വേറെ എടുത്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ ആ വേറെ എടുത്തോളി എന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി വേറൊരു കടി എടുത്ത് അത് വാങ്ങിപ്പോയി. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, ഇവർ ബീഫ് കഴിക്കില്ല, എന്ന് കഴിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിൽ കണക്കൂട്ടിയിട്ട് അത് കഴിക്കണ്ട എന്ന് പറയുന്ന ഒരാളുകളാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലും അല്ലെങ്കിൽ കേരളത്തിലും ഒക്കെ ഉള്ള മുസ്ലിം ആളുകളായിട്ടുള്ള ആളുകൾ. അല്ലാതെ അവർ നിർബന്ധിച്ച് ആരെയും ബീഫ് കഴിക്കാൻ എന്താ പറയുക, ആരെയും ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ അങ്ങനെ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെല്ലാവരും. ഞാൻ ഇസ്ലാമിനെയും ഇസ്ലാമിക മതഗ്രന്ഥങ്ങളൊക്കെ നിശിതമായി വിമർശിക്കുന്ന ആളുകൾ തന്നെയാണ്. ഞാൻ അങ്ങനെ വിമർശിക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ നമ്മുടെ ഇവിടെയുള്ള മുസ്ലിം സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട് തന്നെ, ഇസ്ലാം മതവിശ്വാസികളായ ആളുകളോട് തന്നെ ഖുറാനിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചും മാനവീയതയെക്കുറിച്ചും ഒക്കെ തർക്കിക്കാറുണ്ട്. ഞാൻ ഇസ്ലാമിനെ നഖശികാന്തം എതിർക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ കേരള സ്റ്റോറിയിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഹിന്ദു സ്ത്രീയെ അല്ലെങ്കിൽ ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരവസ്ഥ കേരളത്തിലില്ല. മാത്രമല്ല, നമ്മുടെ മലപ്പുറം ജില്ലയെക്കുറിച്ചൊക്കെ ഈ സംഘപരിവാർ അനുകൂലികളായിട്ട് ആളുകൾ, മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മലപ്പുറം ജില്ലയിലെ ആളുകൾ വളരെ അങ്ങനെ രീതിയിലുള്ളൊരു നെറേറ്റീവാണ് പുറത്തൊക്കെ മലപ്പുറം ജില്ലയെക്കുറിച്ചൊക്കെ ഇവർ എന്താണ് ഇറക്കി വിടുന്നത്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൊരു സ്ഥലമേ അല്ല എന്ന് അവിടെ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാനോ ആർക്ക് ജീവിക്കാനോ യാതൊരു പ്രശ്നമില്ല. ഇസ്ലാം മതവിശ്വാസികളായ ആളുകളുണ്ട്, അവർ കടുത്ത മതവിശ്വാസികളാണ്. ഒരുപക്ഷെ ഈ മതം വിട്ടുപോകുന്ന മുസ്ലിംസിന് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്ലാതെ ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാനൊരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമല്ല അവിടെ. ചിലപ്പോൾ മതം വിട്ടുപോയ ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടാകാം. അങ്ങനെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് മുസ്ലിംസായ ആളുകൾ തന്നെ പറയുന്നത് കേൾക്കാം. പക്ഷേ ഒരു അന്യമത വിശ്വാസികൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമല്ല മലപ്പുറം ജില്ല. കേരളവും അങ്ങനെയല്ല. അപ്പോൾ അത്തരത്തിലുള്ള സംഘപരിവാർ അജണ്ടകളെ നമ്മൾ നിശിതമായി വിമർശിക്കേണ്ടതുണ്ട്, അത് തുറന്നു കാട്ടേണ്ടതുണ്ട്.